ഹലോ എവരിവൺ, എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാങ്ങാപ്പുളിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനായിട്ട് ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ ഇരിക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് പകരമായിട്ട് നല്ലെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക. ഇത് വഴറ്റി ഇഞ്ചിയുടെ പച്ചപ്പ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ 5 മാങ്ങയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. ചെറിയ അച്ച് ശർക്കര 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കറക്റ്റാണ് 5 മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 5 മാങ്ങയിലേക്ക് 5 അച്ച് ശർക്കര കറക്റ്റ് മധുരമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ പുളിഞ്ചിയിലേക്ക് ഞാൻ കുറച്ച് വിനെഗർ ചേർക്കുന്നുണ്ട്. 2, 3, 4 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്താൽ മതിയാവും. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ നമ്മുടെ ഈ പുളിഞ്ചി തയ്യാറാക്കാം. വിനെഗറിന് പകരമായിട്ട് ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഈ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യാനും ഒരുപാട് കേടുകൂടാതിരിക്കാനും വേണ്ടിയിട്ടാണ് വിനെഗർ ചേർത്തത്. വിനെഗർ ചേർക്കുമ്പം നമുക്കത് അടി പിടിക്കില്ല. പിന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. ശർക്കര പാനിയാക്കിയിട്ടും ചേർക്കാം, എങ്കിലും ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു പുളിഞ്ചിയുടെ പരുവാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് ടൈമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഇനി വീഡിയോയിൽ കാണിച്ച അതേ അളവിൽ തന്നെയാണ് ഞാൻ ശർക്കരയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ മാങ്ങ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പുളിഞ്ചി ഉണ്ടാക്കാറുണ്ട്. അതിലേക്കാറ് ഒന്നുകൂടി ടേസ്റ്റും വളരെ പെട്ടെന്ന് നമ്മൾ വാളൻപുളി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.